തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് വരുന്നത് രജനീകാന്ത്, കമലഹാസൻ, വിജയ്, അജിത്ത് അവരെയൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ. എന്നാൽ ഒരു കാലത്ത് ഇവരോടൊപ്പം തന്നെ കമൽ, രജനി ആ ഒരു ടീമിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയകാന്ത്. വിജയകാന്ത് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മെട്രോ സബ്ജക്ട്സ് ആയാലും നല്ലൊരു പോലീസ് ഓഫീസർ റോളായാലും അതല്ല നാടൻ മുണ്ടെടുത്തിട്ടുള്ള റോളായാലും രണ്ടും അധികം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ഹിറ്റുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പൊങ്കൽ സീസണാണ്. ആ ഒരു പൊങ്കൽ സീസൺ വിജയകാന്ത് തൂക്കിക്കൊണ്ടുപോയ ബോക്സ് ഓഫീസ് തൂക്കിയെടുത്ത ഒരു പൊങ്കൽ സീസൺ, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2000 പൊങ്കൽ സീസൺ, പുതുവർഷം തുടങ്ങുന്നു, മിലേനിയം അല്ലെ, മിലേനിയം തുടങ്ങിയ ആ ഒരു സീസണിൽ പ്രധാനമായിട്ടും അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് മെയിൻ സ്ട്രീം സിനിമകളാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞ പോലെ വിജയകാന്തിൻ്റെ വാനത്തെ പോലെ. വിക്രമൻ എന്ന ഹിറ്റ് മേക്കർ, അദ്ദേഹം കുടുംബ സിനിമകളുടെ ഒരു സംവിധായകനായിരുന്നു. ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. 90s 2000 കുറേ ഗംഭീര സിനിമകൾ ചെയ്തിട്ടുണ്ട്. അന്ന് വിജയകാന്തിനെ നായകനാക്കിയിട്ട് അദ്ദേഹം ചെയ്ത സിനിമയാണ് വാനത്തെ പോലെ. ഈ വാനത്തെ പോലെ എന്ന് പറയുന്ന ഒരു സിനിമ, ചന്ദ്രോത്സവം സിനിമ കണ്ടവർക്ക് ആ പേര് അതിൽ കൊച്ചിൻ ഹനീഫ പറയുന്നുണ്ട്. അതിൽ മോഹൻലാൽ വിജയകാന്തിൻ്റെ കൂടെ വന്നു എന്ന് പറയുമ്പോൾ വിജയകാന്ത് നമ്മുടെ ആളാണ്, വാനത്തെ പോലെ 50 ദിവസം കളിച്ചതിൻ്റെ ഷീൽഡ് ഇരിപ്പുണ്ട് എന്നൊക്കെ. കൊച്ചിൻ ഹനീഫ അതിലൊരു തിയേറ്റർ ഓണർ, ഒരു ബി ക്ലാസ് തിയേറ്റർ ഓണറാണല്ലോ. അപ്പോൾ വാനത്തെ പോലെ എന്ന് പറഞ്ഞ സിനിമ എത്രമാത്രം അന്ന് ജനകീയമായിരുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ കേരളത്തിലും അത് ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ചന്ദ്രോത്സവം എന്നുള്ള സിനിമയിൽ ആ ഒരു സിനിമയെക്കുറിച്ച് പരാമർശിക്കില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ വിജയകാന്തിൻ്റെ ഏറ്റവും കൂടുതൽ, അതിനു മുമ്പ് 90s ക്യാപ്റ്റൻ പ്രഭാകർ, അതുപോലെ തന്നെ ചിന്ന കൗണ്ടർ, കുറേ സിനിമകളുണ്ട്. പക്ഷെ വാനത്തെ പോലെ അതൊരു വേറൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വിജയമായിരുന്നു ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക്. അതിൽ വിജയകാന്ത് ഒരു ഡബിൾ റോള് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീന, പ്രഭുദേവ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. ആ സിനിമയ്ക്ക് ആ വർഷം സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയത് ബെസ്റ്റ് സിനിമയും അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർ, മികച്ച സിനിമയ്ക്ക് മികച്ച സംവിധായകനുമുള്ള അവാർഡ്സ് കിട്ടി. നാഷണൽ അവാർഡ്, ആ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ്. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ്. കാരണം നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ ആ വർഷം എല്ലാ ഭാഷയിലും കൂടിയിട്ടുള്ള സിനിമകൾ സെലക്ട് ചെയ്യുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. കാരണം ഗോഡ് ഫാദറിന് അന്ന് കിട്ടുമായിരുന്നു, പക്ഷെ ഗോഡ് ഫാദറിന്റെ കൂടെ അന്ന് മത്സരിച്ചത് ചിന്നത്തമ്പിയായിരുന്നു, പ്രഭുവിന്റെ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കൂടുതലും ഹിന്ദിയിലും തെലുങ്കും തമിഴൊക്കെയാണ് കൂടുതൽ കളക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പല സംസ്ഥാനങ്ങളിൽ കളക്ട് ചെയ്തത് വെച്ച് നോക്കിയിട്ടാണ് ആ അവാർഡ് കൊടുക്കാറുള്ളത്. ഈ സിനിമ അന്ന് തെലുങ്കിലും കന്നഡയിലും ഒക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊന്നും പക്ഷേ എനിക്ക് വാനത്തെ പോലെയുടെ വിജയം നേടിയിട്ടില്ല എന്ന് തോന്നുന്നു. 250 ദിവസത്തോളം ആ ഒരു സിനിമ അവിടെ എ സെന്റേഴ്സിൽ തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു സിനിമ ഫാസിൽ സംവിധാനം ചെയ്ത നമ്മുടെ ദളപതി വിജയന്റെ, അന്ന് ഇളയ ദളപതിയാണ് വിജയന്റെ, കണ്ണുകൾ നിലാവ് എന്ന് പറഞ്ഞ സിനിമ 97 അനീതിപ്രാവിന്റെ റീമേക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായിട്ട് അന്ന് വിജയ് മാറിയത്. വിജയ്ക്ക് ആദ്യമായിട്ട് നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും കാതലിക്ക് മര്യാദയാണ്. അതിൽ ശാലിനി തന്നെയായിരുന്നു. ശാലിനി അനീതിപ്രാവിൽ അതേ വേഷം തന്നെ ശാലിനി ചോദിച്ചു പഠിച്ചാണ്. ഫാസിൽ അതൊരു പുതിയൊരാളെ കാസ്റ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ അനീതിപ്രാവിന്റെ റീമേക്കിൽ ഞാൻ തന്നെ അഭിനയിക്കുമെന്ന് ശാലിനി ചോദിച്ചു പഠിച്ചിട്ടാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതേ ശാലിനി തന്നെ വിജയുടെ നായകയായി ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കണ്ണുകൾ നിലാവ് എന്ന് പറഞ്ഞ സിനിമ. അതിൽ കാവേരി, ശ്രീവിദ്യ, രഘുവരൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അത് പക്ഷെ കാതലിക്ക് മര്യാദയെ പോലെ വലിയൊരു വിജയമായില്ല. പക്ഷെ എങ്കിലും ഒരു അബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ ഒരു സിനിമ. വിജയുടെ 25ാമത്തെ സിനിമയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ആ ഒരു സിനിമയ്ക്ക് ഉണ്ട്. അന്ന് ക്യാമറാമാൻ ആനന്ദക്കുട്ടൻ ഫാസിലിന്റെ അനീതിപ്രാവിന്റെയും ക്യാമറാമാൻ തന്നെയാണ്. അദ്ദേഹത്തിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ സ്റ്റണ്ടിനും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് ഒരു പ്രത്യേക, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു വിജയുടെ ഒരു ആക്ഷൻ മോഡിലുള്ള സിനിമയൊന്നുമല്ല, ഒരു സോഫ്റ്റ് ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ നല്ല ആക്ഷനും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ രണ്ട് സിനിമകളാണ് പ്രധാനമായിട്ടും അന്ന്. പിന്നെ തിരുനെൽവേലി എന്ന് പറയുന്ന ഒരു സിനിമ, അത് പ്രഭുവും റോജയും അഭിനയിച്ച ഭാരതി കണ്ണൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമ കുറെ കാലം പെട്ടി കടന്ന് 97 ഷൂട്ട് ചെയ്തൊരു സിനിമ 3 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി. അതാണ് കാതൽ റോജാവേ എന്നൊരു സിനിമ. അതിലെ നായകനായിട്ട് ജോർജ് വിഷ്ണു, അതായത് വിഷ്ണു എന്ന പേരിൽ മലയാളത്തിൽ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്നുള്ള സിനിമയിൽ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞ നടൻ.
നമ്മുടെ നടി ഷീലയുടെ മകനാണ്. ശരിക്കും ഈ ഒരു സിനിമയായിരുന്നു, കാതൽ റോജാവേ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു വിഷ്ണു ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. പക്ഷെ ആ സിനിമ ഷൂട്ട് പകുതിയിൽ വെച്ചൊന്ന് നിന്നുപോവുകയൊക്കെ ആയപ്പോഴേക്കും മലയാളത്തിൽ വന്ന് 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ അഭിനയിച്ചു. വേറെ 2-3 സിനിമകളൊക്കെ അന്ന് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊരു ഒരു സിനിമ ഞാൻ ആ പേര് മറന്നു, മന്ത്രമാളികയിൽ മനസ്സമ്മതമാണെന്ന് തോന്നുന്നു. അതിൽ വിഷ്ണു ആയിരുന്നു നായകൻ, ഹരിശ്രേഷ് ഉണ്ട്, ദിലീപ് അതിലൊരു ഗസ്റ്റ് റോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 98 തോന്നുന്നു ആ സിനിമ, 97 98 അങ്ങനെ 98 ആ ഒരു സിനിമയൊക്കെ ഇവിടെ മലയാളത്തിൽ ഓൾറെഡി ഇദ്ദേഹം ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ അവിടെ ഇറങ്ങുന്നത്. ഇതിലെ നായികയായിട്ട് പൂജ കുമാർ. ആ പൂജ കുമാറിനെ ഇന്ന് പലർക്കും അറിയാം, വിശ്വരൂപത്തിലെ നായികയായിരുന്നു അവർ അന്നേ നായികയായിട്ട് സിനിമയിൽ വന്നതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നല്ല പ്രധാന കഥാപാത്രം. പക്ഷേ സിനിമ ലേറ്റ് റിലീസ് ആയതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഒരു ചലനം സൃഷ്ടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വിഷ്ണു അദ്ദേഹം പിന്നീട് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സീരിയൽസിലൊക്കെ, തമിഴ് സീരിയൽസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഷീലയുടെ കൂടെ ചില പബ്ലിക് ഇവന്റ്സിലൊക്കെ കൂടെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ പൊങ്കൽ വിന്നർ എന്ന് പറയുന്നത് വാനത്തെ പോലെ തന്നെയായിരുന്നു. പൊങ്കൽ വിന്നർ മാത്രമല്ല, ആ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയം 2000 എന്ന് പറഞ്ഞ വർഷത്തിലെ ടോപ്പ് 1 വാനത്തെ പോലെ തന്നെ. എനിക്കുള്ള കണ്ണുകൾ നിലവ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ടോപ്പ് 10 പോലും കണ്ണുകൾ നിലാവ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വിജയുടെ കുഷിയൊക്കെ ഉണ്ടായിരുന്നു. കുഷിയും വേറെ ഏതൊരു സിനിമയാണ്, അതൊക്കെയായിരുന്നു അന്ന് കൂടുതൽ ഇത് കണ്ണുകൾ നിലാവിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാനത്തെ പോലെ കേരളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ തിയേറ്ററിലൊന്നും ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പിന്നെ ഒരു ടിവിയിലൊക്കെ വന്നിട്ടാണ് ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 2 സിനിമകളും, നിങ്ങൾ 2 സിനിമയും ഞാൻ ടിവിയിലാണ്. കണ്ണുകൾ നിലാവ് വന്ന് കാസറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അന്നൊക്കെ. അന്ന് തന്നെയാണ് ഈ 2 സിനിമകളും കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കുറേ വർഷമായി കണ്ടിട്ട്. മറ്റു 2 സിനിമകൾ ഞാൻ ഈ പറഞ്ഞ തിരുനെൽവേലിയും അതുപോലെ തന്നെ ഈ പറയുന്ന കാതൽ റോജാവ് 2ഉം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളിത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അന്ന് വാനത്തെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കമൻറ്റ് ചെയ്യുക.